നാളികേര ഉൽപാദനത്തിൽ വർധനവും ഗുണമേന്മയും ഉറപ്പുവരുത്താൻ കേര ഗ്രാമം പദ്ധതി നടപ്പിലാക്കി പൊന്നാനി നഗരസഭ. ഗുണമേന്മയുള്ള തേങ്ങ ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിലുള്ള വില കർഷകന് കിട്ടുകയും ചെയ്താൽ അത് കർഷകർക്കും നാടിനും സാമ്പത്തിക ഗുണം ചെയ്യുന്നു എന്ന തിരിച്ചറിവാണ് കേര ഗ്രാമ പദ്ധതി നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് പ്രചോദനമായത്. ഇത് സാധാരണക്കാരായിട്ടുള്ള കൂലിത്തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ കൂടുകയും ഓരോ കുടുംബത്തിന്റെയും വരുമാന വർധനവിന് സഹായകരമാകുകയും ഉൽപാദനശേഷി നഷ്ടപ്പെട്ട തെങ്ങുകൾ വെട്ടിമാറ്റി നിലവാരമുള്ള തെങ്ങിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുക, ആവശ്യത്തിന് ജൈവവളം നൽകി കൃഷിയെ പരിപോഷിപ്പിക്കുക, 50% സബ്സിഡി നിരക്കിൽ മോട്ടോർ പമ്പ് സെറ്റുകൾ ലഭ്യമാക്കുക തുടങ്ങിയവ പദ്ധതിയുടെ ലക്ഷ്യമാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ CV സുധ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK മഷൂദ്, റീന പ്രകാശൻ, സനിൽകുമാർ, കൗൺസിലർമാരായ സുരഭി, ജിതിൻ, കേരഗ്രാമം പദ്ധതി കൺവീനർ രജീഷ് ഊപ്പാല എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൃഷി അസിസ്റ്റന്റ് വിജീഷ് പദ്ധതി വിശദീകരിച്ചു. കേരള സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൃഷി ഫീൽഡ് ഓഫീസർ ശ്രീകുമാർ സ്വാഗതവും ഈഴുവത്തിരുത്തി കൃഷി ഓഫീസർ ഐശ്വര്യ നന്ദിയും പറഞ്ഞു. നാളികേരത്തിൻ്റെ പ്രധാന കേന്ദ്രം, ഉത്ഭവ കേന്ദ്രം എന്നൊക്കെ പറയാമെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ നാളികേരമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നാളികേര ഉൽപ്പന്നങ്ങൾ മത്സരിക്കേണ്ടത് ലോകത്തിൻ്റെ പല വിപണികളുമായിട്ടുമാണ് നമുക്കുള്ളത്. ആ മത്സരശേഷിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ നാളികേരത്തിന് ന്യായമായ വില കിട്ടില്ല. ഇപ്പോൾ നാളികേരത്തിന് അത്യാവശ്യം ന്യായമായ വില ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം. ഒരു ഘട്ടത്തിൽ നന്നായിട്ട് ഉയർന്നിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ വളരെ ഇത്ര ഉയരാൻ പറ്റുമോ, ഉയർന്നു കഴിഞ്ഞാൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും കമ്പോളത്തിന്. ഇപ്പോൾ നാളികേരത്തിന് ഒരു ന്യായമായ വില ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. പക്ഷേ ഉൽപ്പന്നം കുറവാണ്, നാളികേരത്തിന് ഉൽപ്പാദനം കുറവാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതിയുടെ വികൃതിക്കനുസരിച്ച് നമ്മളെ ഉൽപ്പന്നങ്ങളിൽ നമ്മളെ എല്ലാം കുറവുകളുണ്ടാകുമെന്ന് നമുക്കറിയാം. ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മുടെ നാളികേര കൃഷിക്കാരെ സംരക്ഷിക്കുക, കേരളത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ നാണ്യ വിളകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റബ്ബറും നാളികേരമൊക്കെ നമുക്കുള്ളത്. അതിൽ നാളികേരം സംരക്ഷിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റുകളുടെയും.